നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ലെജൻഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഹാസ്യ സാമ്രാട്ടിൻ്റെ കഥ പറയാനാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളോടൊപ്പം ഞാനുള്ളത്. 1953 പുറത്തിറങ്ങിയ തിരമാല എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്നു. കറുപ്പും വെളുപ്പും ചേർന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ ഹാസ്യത്തിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച അതുല്യ പ്രതിഭ, അതെ, ശ്രീ അടൂർ ബാസി സാർ. 1953 പുറത്തിറങ്ങിയ തിരമാല എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് 36 വർഷങ്ങൾ, ഏകദേശം 600ഓളം ചിത്രത്തിലൂടെ പല പല വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാം മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ നടൻ, അതെ, ശ്രീ അടൂർ ബാസി. നമുക്ക് അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. തിരമാല എന്ന ചിത്രത്തിലെ അപ്രധാന വേഷമായിരുന്നു ആദ്യം. പിന്നീട് 1961 പുറത്തു വന്ന മുടിയനായ പുത്രനിലൂടെയാണ് അടൂർ ബാസിയുടെ ചലച്ചിത്ര ജീവിതത്തിന്റെ ശ്രദ്ധേയമായ തുടക്കം. മുടിയനായ പുത്രനാണ്. ആ ചിത്രത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ എല്ലാ ആളുകളും എന്നോട് പറഞ്ഞു, ആ പേരിനൊരു ശൂന്യതയുണ്ട്. അങ്ങനൊരു പടത്തിൽ അഭിനയിച്ചു തുടങ്ങിയാൽ എൻ്റെ ഒരു ചലച്ചിത്ര ജീവിതം പരാജയപ്പെട്ടു പോകും എന്നുള്ള ഒരു അന്ധവിശ്വാസം ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത് നല്ല തുടക്കമായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പാസലിനെ അവിടെ എങ്ങും കാണത്തില്ല. ഇങ്ങനെ നോക്കി 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 ചെയ്യുമ്പോൾ ഒരു കൂട മാതിരി ഒരു സാധനം എടുത്ത് വയറിൻ്റെ എവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു തുണി ഇട്ടിട്ട് ആ തുണിയുടെ പുറകെ മാറി നിൽക്കുക. അവിടെ അയയുണ്ട് റൂമിനകത്ത്, അയയുടെ ഇതിൽ മാറി നിൽക്കുക. തുണി ഇങ്ങനെ മാറ്റി നോക്കി ഇങ്ങനെ ഒരു ഗർഭിണിയായിട്ട് നിൽക്കുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നു. അയ്യോ, എൻ്റെ അമ്മ ഈ പറഞ്ഞ പോലെ ചിരിച്ച് 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 തല തല്ലിയിട്ടാണ് പിന്നെ ആ സീൻ എടുത്തത്. ഇങ്ങനെയൊക്കെയുള്ള വേലത്തരം കാണിച്ചു തരുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര രസമായിരുന്നു. അഭിനയത്തിൽ അദ്ദേഹത്തിനെ കവച്ചു വെക്കാൻ വേറൊരാളില്ല. മുടിച്ചൂടാ മന്നനായിരുന്നു അഭിനയത്തിൽ. മലയാള സിനിമാ ഹാസ്യത്തിന് ഒരു പുതിയ ദിശ നൽകിയ ഹാസ്യ നടനായിരുന്നു അടൂർ ബാസി. 1927 മാർച്ച് 1 അദ്ദേഹത്തിന്റെ ജനനം. എന്നും നായകനോട് അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ബാസി സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് മലയാള ചിത്രങ്ങളിൽ ഹാസ്യത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ബാസി. അടൂർ ബാസിക്ക് മുമ്പും പിമ്പും ഹാസ്യതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിയേറ്ററിൽ നിങ്ങൾ ഇപ്പോഴും പൊട്ടിച്ചിരിക്കുന്നുമുണ്ട്. എന്നാൽ അടൂർ ബാസി എന്ന തമാശക്കാരനെ ജനങ്ങൾ സൂക്ഷിച്ചിരുന്നത് ചിരിയുടെയും ചിന്തയുടെയും വേറിട്ടൊരു അറയിലാണ്. ബാസി നമ്മെ ചിരിപ്പിച്ചിരുന്നത് ശുദ്ധമായ ഹാസ്യം കൊണ്ടാണ്. മദ്യലഹരിയിൽ കുഴഞ്ഞാടുന്ന ശരീരവും അമിതമായ ദ്വയാർത്ഥ പ്രയോഗങ്ങളും അങ്ങനെയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല അടൂർ ബാസിക്ക് മലയാളികളെ ചിരിപ്പിക്കാൻ. അച്ഛന്റെ മരണശേഷം തലസ്ഥാനത്ത് നിന്ന് സ്വന്തം നാടായ അടൂരിലെത്തിയ ഭാസ്കരൻ നായർ എന്ന ബാസി ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വീണ്ടും തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തി. പിന്നെ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് കമ്പനിയിൽ ഉദ്യോഗസ്ഥനായി. ആ ഇടയ്ക്ക് അവിചാരിതമായി ആകാശവാണിയുടെ റേഡിയോ നാടകങ്ങളിൽ അദ്ദേഹം നടനായി തീർന്നു. നാടകാഭിനയം കൊണ്ട് ലഭിച്ച ബന്ധങ്ങൾ കൊണ്ട് ആദ്യം അദ്ദേഹം പത്രപ്രവർത്തകനായും പിന്നീട് സിനിമയിലേക്കും വന്നു. അക്കാലത്ത് മലയാള സിനിമയിൽ ജ്വലിച്ചു നിന്ന ഹാസ്യതാരങ്ങളായിരുന്നു SP പിള്ളയും ബഹദൂറും കൂടെ അടൂർ ബാസി. ഈ 3 ഹാസ്യത്രയങ്ങൾ മലയാള സിനിമയിൽ പുതിയൊരു ഭാവം കൊണ്ടുവരികയുണ്ടായി ഹാസ്യത്തിന്. മുഖ്യ കഥയ്ക്ക് അനുബന്ധമായി അരങ്ങേറുന്ന കോമഡി ട്രാക്ക് സിനിമയ്ക്കുള്ളിലെ മറ്റൊരു സിനിമയായി. സുകുമാരിയും ശ്രീലതയും KPS ലളിതയും ഒക്കെ ഈ ട്രാക്കിൽ ഇവരുടെ നായികമാരായി. ഈ ട്രാക്കിന്റെ നട്ടെല്ല് പലപ്പോഴും അടൂർ ബാസി തന്നെയായിരുന്നു. നടനെന്ന നിലയിൽ ബാസിയുടെ പ്രതിഭ തിരിച്ചറിഞ്ഞ സിനിമകളായിരുന്നു ചട്ടക്കാരിയും ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ. 1974 ചട്ടക്കാരിയിലൂടെയും 1978 ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങളിലൂടെയും അടൂർ ബാസി സംസ്ഥാനത്തിന്റെ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 1983 ഏപ്രിൽ 18 കഥാപാത്രത്തിലൂടെ ഒരിക്കൽ കൂടി ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് അടൂർ ബാസിയെ തേടിയെത്തി. 1978 പുറത്തിറങ്ങിയ രഘുവംശം, 1977 പുറത്തിറങ്ങിയ അച്ചാരം അമ്മിണി ഓശാരം മോമന, 1977 തന്നെ പുറത്തിറങ്ങിയ ആദ്യ പാഠം എന്നീ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തവയാണ്. അതോടൊപ്പം തന്നെ അക്കാലങ്ങളിൽ ഇറങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ഏകദേശം 10ഓളം ഗാനങ്ങൾ അദ്ദേഹം സിനിമയിൽ ആലപിച്ചിട്ടുണ്ട്. 1960-70 കാലഘട്ടത്തിൽ ബാസിയുടെ വേഷമില്ലാത്ത അപൂർവ മലയാള സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രശസ്ത നടനായിരുന്ന പ്രേം നസീറിനോടൊപ്പം ഒരു ജോഡി തന്നെ രൂപപ്പെട്ടിരുന്നു അക്കാലത്ത്. അദ്ദേഹം 600-ലധികം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കുറ്റവാളി, കരിമ്പന, ഇതാ ഒരു മനുഷ്യൻ, ശിഖരങ്ങൾ എന്നീ ചിത്രങ്ങളിൽ ബാസി വില്ലൻ വേഷത്തിലും അഭിനയിച്ചിട്ടുണ്ട്. കൊട്ടാരം വിൽക്കാനുണ്ട്, ലങ്കാദഹനം, റെസ്റ്റ് ഹൗസ് എന്നീ ചിത്രങ്ങളിൽ ഇരട്ട വേഷങ്ങളിലും ബാസി അഭിനയിക്കുകയുണ്ടായി. വൃക്കരോഗബാധയെ തുടർന്ന് 1990 മാർച്ച് 29 63-ാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു.